പറയേണ്ട ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ച് കേട്ടോ. ഇതാണ് സ്ക്രബ്ബർ. ഇവിടെ സിൽക്ക് എന്നൊരു സൗദിയിൽ അലൂമിനിയത്തിൻ്റെ സ്ക്രബ്ബറാണ്. ഇതിവിടെ നമുക്ക് സാധാരണ കടയിൽ വണ്ടികളിൽ നിന്ന് കടകൾ കിട്ടുന്ന പ്രൈസാണ് 15 റിയാലാണ്. 15 റിയാൽ. ഹോൾസെയിൽ ടീമിന് ഏകദേശം എത്തേണ്ട പറയേണ്ടത് 13 റിയാലിന്. ഇനി അതിനും അപ്പുറത്തുള്ള ടീം, അതായത് വലുതാക്കി കണ്ടന്റ് ഇറക്കുന്ന ടീം ഓലക്കുന്നത് ചിലപ്പോൾ കിട്ടേണ്ടത് 10 റിയാലിനായിരിക്കാം. ഈ സാധനം ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ ഹോൾസെയിൽ കടി അന്വേഷിച്ചാൽ 40 രൂപ ഇന്ത്യൻ പൈസ കേട്ടോ. പിന്നെ ഇത് ഹാർഡാണ്, ഇവിടെ പൊതുവെ ഹാർഡാണ് ചിലവാകുക, പക്ഷേ നാട്ടിൽ സോഫ്റ്റാണ്. ഈ സോഫ്റ്റിനാണ് 40 രൂപ പറഞ്ഞത്. പിന്നെ അത് 3 പീസ് ഉണ്ടാവില്ല, 2 പീസായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും കൂട്ടാം നമ്മളൊരു 50 രൂപ കൂട്ടാം, അതായത് 2 റിയാൽ. ഇനി ഇവിടെ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ചിലവ് കൂട്ടിയാൽ ഒരു 3 റിയാൽ, 5 റിയാൽ കൂട്ടാം. എന്നാലും 5 റിയാലിൻ്റെ മാറ്റം ഇവിടെ ഉണ്ട് ഈ സാധനത്തിൽ. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയും ചൈന ഇതിൽ ലാഭമുണ്ട്. ഉണ്ട്, അവിടുന്ന് ഇറക്കാം, ഞാൻ സ്വന്തം നാടെന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. സാധനത്തിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല ചിലവുണ്ട്. ഇതാണ് നമ്മുടെ എല്ലായിടത്തും നല്ല പോകുന്നുണ്ട്. ഒരു വണ്ടിയിൽ ഇപ്പോൾ എങ്ങനെയായാലും ഞാൻ കണ്ടതിൽ ഒരു 8-10 കേസ് ഡെയിലി ചിലവുണ്ട്. ഇവിടെ സൗദിയിൽ നല്ല ഉപയോഗിക്കണമുണ്ട് ഈ സാധനം. അപ്പോൾ ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് സാധ്യതകളുണ്ട്. ഇതിനെക്കുറിച്ച് ഇനി ആർക്കും താല്പര്യം നമുക്ക് ശേഖരിച്ച് ചെയ്യാൻ. ഇതെന്നല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അന്വേഷിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വേണ്ട വ്യത്യാസമുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് ഈ സാധനം ഒരുപാട് കൊടുത്തിട്ടുണ്ട്, കാരണം അത് തൂക്കം കുറവാണ്. ഏകദേശം ഈ 3 പീസിന് ഇവിടെ 42 ഗ്രാം വരുന്നുള്ളൂ. പെട്ടിയിൽ അവിടെ ഇവിടെ കിട്ടാൽ 2-3 കേസ്, അതായത് ഫുൾ കേസ്, ഡസൻ്റെ കേസ് ഉണ്ടല്ലോ, സുഖമായിട്ട് പോരും. നല്ല ലാഭമുണ്ട്. അപ്പം പറഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ തുടങ്ങാം. ഇനി ശേഖരിച്ച് തുടങ്ങാൻ താല്പര്യമുള്ളവർ നമുക്ക് ശേഖരിച്ച് കണ്ട് നോക്കാം.